ഒരു വലിയ സങ്കടാവസ്ഥ നമ്മുടെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കേണ്ടത്. നമ്മൾ സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരും അത്യാവശ്യമെങ്കിലും ജീവിത സൗകര്യം കൊടുക്കണം. ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു വലിയ വിപത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചേരികളിലും തെരുവോരങ്ങളിലുമായി ലക്ഷക്കണക്കിന് പിഞ്ചു ബാല്യങ്ങളാണ് പുഴുക്കളെ പോലെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നത്. തലചായ്ക്കുവാൻ ഇടമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന, തെരുവുകളിൽ അലയുന്ന നാടോടികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ മനുഷ്യരെ ഇവിടുത്തെ ഭരണകർത്താക്കളോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ പരിഗണിക്കുന്നില്ല. അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ പോലും ആരും തന്നെ വരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇവർക്കാർക്കും വോട്ടവകാശമില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ജനസേവാ ശിശുഭവൻ്റെ നേതൃത്വത്തിൽ രാജസ്ഥാനിലെ ചേരികളിൽ കഴിയുന്ന കുട്ടികൾക്കായി ജനസേവ ഉഡാൻ അക്കാദമി എന്ന പേരിൽ നമ്മളവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് നല്ല ഭക്ഷണം നൽകുകയും ചെയ്തു വരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി നമ്മൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഡോക്ടർ സുനിൽ ജോസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംരംഭം അവിടെ വിജയകരമായി മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം രാജസ്ഥാനിലെ ഒരു വലിയ സ്കൂളിലെ അധ്യാപകനാണ്, കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ വിവിധ സെൻറ്ററുകളായി ഏകദേശം 900 ചില്ലാനും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു, അവർക്ക് നല്ല ഭക്ഷണം നൽകുന്നു. ഇന്ത്യയുടെ നാനാഭാഗത്തും ഇതുപോലെ തന്നെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പുഴുക്കളെ പോലെ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഭരണകർത്താക്കൾ ഇവരെ രക്ഷിക്കാത്തത്? നാടിൻ്റെ വികസനം, രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിത സൗകര്യം നൽകുമ്പോഴാണ്. ഭക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം എല്ലാവരെയും മൗലിക അവകാശമാണ്. ഈ അവകാശം നടപ്പിലാക്കാതെ ഭരണകർത്താക്കൾ ഇവരെ രക്ഷിക്കാതെ എന്തുകൊണ്ടാണ് ഇവരെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് എല്ലാവരും തന്നെ ഒരു പോരാട്ടത്തിനായി ഈ കൊച്ചുമക്കൾക്ക് വേണ്ടി, ലക്ഷക്കണക്കിന് വരുന്ന ഈ മക്കൾക്ക് വേണ്ടി ഒരു പോരാട്ടം തന്നെ നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. 2026 പുതുവത്സരം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ, ആഘോഷിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കണം. ഇവരും നമ്മുടെ മക്കളാണ്, ഇവരും ഭാരത മക്കളാണ്. ഇവരെ രക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനം ആപത്തിലേക്കാണ് പോകുന്നത്. മനുഷ്യ ബോംബുകൾ വരെ ആവുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഇവരിങ്ങനെ വഴിവിട്ട ജീവിതം നയിച്ച് നമുക്കെല്ലാം ഒരു തീരാശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിപത്തിനെതിരെ നാടിൻ്റെ രക്ഷയ്ക്കായി, രാജ്യത്തിൻ്റെ വികസനത്തിനായി, ഭരണകർത്താക്കളുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി എല്ലാവരും ഇവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം എന്ന് എല്ലാവരുടെയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനായി ജനസേവാ ശിശുഭവൻ മുന്നോട്ട് കുതിക്കുകയാണ്. എല്ലാവരും ജനസേവാ ശിശുവോടൊപ്പം കൈകോർക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ, ജോസ് മാവേലി.